നമസ്കാരം. കേരള കോൺഗ്രസിലെ കൊടുങ്കാറ്റ് ശമിപ്പിക്കാൻ തലസ്ഥാനത്ത് തുടരുന്ന ചർച്ചകളിൽ ഇതുവരെ കൃത്യമായ സമവായമൊന്നും ഉരുത്തിരിഞ്ഞില്ല. ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിച്ചാൽ കോട്ടയം സീറ്റിലെ അവകാശവാദത്തിൽ നിന്ന് പി ജെ ജോസഫ് പിന്മാറുമെന്ന് പി ജെ ജോസഫ്. പിളർന്നാലും UDF വിടില്ലെന്ന് പി ജെ ജോസഫ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി. കോട്ടയത്ത് തോറ്റാൽ തന്റെ കുറ്റം പറയരുതെന്നും ജോസഫ് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. UDF നേതാക്കളുമായി ജോസഫിന്റെ ചർച്ചകൾ തുടരുകയാണ്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചു. ശുഭപ്രതീക്ഷയാണ് ഉള്ളത് എന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ കണ്ട ശേഷം പി ജെ ജോസഫിന്റെ പ്രതികരണം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. UDF നേതൃത്വം കൂട്ടായി ആലോചിച്ച് ഒരു തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ ഞങ്ങളെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് മത്സരിക്കാനാവുമെന്ന് ഇനി ഞാൻ എപ്പോഴും കിരൺ ബാബു ചേരുന്നു. കിരൺ ബാബു, ശുഭപ്രതീക്ഷ എന്ന് ജോസഫ് പറയുന്നു. പക്ഷേ ജോസ് കെ മാണി ഏറ്റവും ഒടുവിൽ പറഞ്ഞതനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയിച്ചു. അവർ പ്രചാരണവുമായി തുടരുന്നു. ഇനി മാറ്റത്തിന് ഒരു സാധ്യതയുമില്ല. എന്തെങ്കിലും സമവായ ഫോർമുലകൾ ഇതുവരെയായിട്ടായിട്ടുണ്ടോ, അതോ ഇപ്പോഴും തമ്മിൽ തല്ല് അതുപോലെ തന്നെ തുടരുകയാണോ? ഗോപി, കഴിഞ്ഞ 1.25 മണിക്കൂറായി ചർച്ചകൾ തുടരുകയാണ്. ഏതെങ്കിലും ഒരു സമവായത്തിലെത്തിയിരുന്നെങ്കിൽ ചർച്ച എപ്പോഴേ പൂർത്തിയായതിനെ, ആ ചർച്ച കഴിഞ്ഞ് പുറത്തു വന്നതിനെ പല ഓപ്ഷനുകളാണ് ഇവരുടെ മുന്നിലുള്ളത്. ഇത് ഓരോന്നും മാറി മാറി ചർച്ച ചെയ്യുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ചർച്ച ഇത്രയേറെ നീണ്ടുപോകേണ്ടതില്ല. കോൺഗ്രസിൻ്റെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരുണ്ട്. PJ ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് PJ ജോസഫും മോൻസ് ജോസഫും TU കുരുവിളയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ ഇതിനു മുമ്പ് ജോസഫ് പ്രധാന നേതാക്കളെ കണ്ട ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടിയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് KM മാണിയുമായി അടക്കം ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സമവായത്തിൽ രണ്ടുപേരും ഒത്തുതീർപ്പിന് എത്തിച്ചേരുന്ന ഒരു സമവായം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തോമസ് ചാഴിക്കാടിനെ മാറ്റില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് കേരള കോൺഗ്രസും. അങ്ങനെ ഏതെങ്കിലും ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസഫിൻ്റെ മുഖം രക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സമവായം കണ്ടെത്തേണ്ടി വരും. ജോസഫ് പറയുന്നത് തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെടുത്താൽ UDF നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ തന്നെ അപമാനിക്കാത്ത രീതിയിൽ, തനിക്ക് അപമാനിതനാവാത്ത രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ജോസഫ് രാവിലെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കുകയാണെങ്കിൽ താൻ അവകാശവാദം പിൻവലിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സീറ്റ് വെച്ചു മാറേണ്ടി വരും. കോട്ടയം ഇടുക്കിയും തമ്മിൽ വെച്ചു മാറേണ്ടി വരും. അപ്പോൾ ഇടുക്കിയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അത് ആര് എന്നുള്ള സംബന്ധത്തിൽ ജോസഫ് അല്ലാതെ മറ്റ് ജോസഫ് നിർദ്ദേശിക്കുന്ന ഒരാൾ എന്ന തരത്തിലേക്ക് അടക്കം ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ ആ തരത്തിൽ ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കർശനമായ നിലപാടാണ് KM മാണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏകദേശം ആ വഴി അടഞ്ഞു എന്ന് വേണം നമുക്ക് തൽക്കാലം പറയാൻ. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉമ്മൻചാണ്ടി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ കോൺഗ്രസും തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടി മത്സരിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ തീരുമാനമായിട്ടില്ല. ഇന്ന് വൈകുന്നേരമാണ് ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെയുമായിട്ടാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിയുമായി കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ചർച്ച നടത്തുന്നത്. അതിനുശേഷം മാത്രമേ ഉമ്മൻചാണ്ടി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ. മത്സരിക്കണമെന്നൊരു താല്പര്യം ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും പ്രകടിപ്പിക്കില്ല. അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന്, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് മത്സരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായാൽ മാത്രമേ അദ്ദേഹം മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. ഇത് ഉമ്മൻചാണ്ടിയുടെ മത്സരത്തെ വെച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും മുന്നിലുണ്ട്. ഇപ്പോഴത്തെ ചർച്ചകളുടെ പുറത്തുനിന്ന് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോഴത്തെ ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലെത്താൻ ഇരുകൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് നോക്കുന്നത് ജോസഫിനെ അപമാനിതനാകാതെ എങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഫോർമുലയാണ് അവർ നോക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് KM മാണി തയ്യാറാവണം. അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള ശ്രമങ്ങളും അകത്ത് ചർച്ചകളും അതോടൊപ്പം തന്നെ ഇതിനിടയിൽ ടെലിഫോണിൽ പ്രധാനപ്പെട്ട നേതാക്കളെ, ലീഗിൻ്റെ നേതാക്കളെ ഇടയ്ക്ക് ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളെ ബന്ധപ്പെടുന്നുണ്ട്. ആ ഒരു ചർച്ചകളിലോ ആ ഒരു ധാരണയിലോ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് രാത്രി കോൺഗ്രസിൻ്റെ കാര്യത്തിലൂടെ തീരുമാനമാകാതെ കോൺഗ്രസിൽ ഏതൊക്കെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്നു എന്നതിൽ കൂടി, പ്രധാനമായും ഉമ്മൻചാണ്ടി മത്സരിക്കുന്നോ ഇല്ലയോ എന്നതിൽ കൂടി തീരുമാനമാകാതെ ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. തൽക്കാലം പിളർപ്പില്ല, അല്ലെങ്കിൽ പുറത്തു പോകില്ല, പിളർപ്പ് പ്രഖ്യാപിക്കില്ല എന്ന് മാത്രമാണ് ജോസഫ് നൽകിയിരിക്കുന്ന ഉറപ്പ്. ജോസഫ് പൂർണ്ണമായും ഇതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ജോസ് കെ മാണിയുടെ ആ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാൻ തോന്നുന്നു. കിരൺ, ഒറ്റ മിനിറ്റ്. കോട്ടയം സീറ്റിൽ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ സ്വാഭാവികമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിനെതിരെ വലിയ പ്രതികരണം വന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ജനാധിപത്യപരമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. KM മാണിയുമായി ഇനി ഒന്നിച്ചു പോകാനാകില്ലെന്ന ജോസഫിന്റെ നിലപാടിനോട് പിന്നീട് പ്രതികരിക്കാമെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു. കോൺഗ്രസ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അവിടെ എടുത്ത അഭിപ്രായങ്ങളും അതിനുശേഷം മുഴുവൻ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ
അതോടൊപ്പം തന്നെ അന്ന് അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഘടകങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണ്. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം സൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പലരും ചില കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ടെ, മുഴുവൻ ഡോക്യുമെൻ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് അത് വെച്ചിട്ട് സ്ഥാനാർത്ഥി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിനകത്ത് വേറെ ഇങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. കിരൺ, ഇതാണ് ഏറ്റവും ഒടുവിലായി ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും ഇനി പിന്നോട്ട് പോക്കില്ല. സ്ഥാനാർത്ഥി അവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ജോസഫിന്റെ ദേഷ്യം ശമിപ്പിക്കുക, മുഖം രക്ഷിക്കുക, അദ്ദേഹത്തിനേറ്റ മാനക്കേടിനുള്ള പരിഹാരം ചെയ്യുക എന്നൊരു കർത്തവ്യം മാത്രമേ കോൺഗ്രസ് ചെയ്യാനുള്ളൂ. അതിൽ തന്നെയും ഇന്നലെ വരെ കോൺഗ്രസ് നേതാക്കൾ പലരും ജോസഫിനോട് ആഭിമുഖ്യവും ജോസഫിനാണ് സ്ഥാനാർത്ഥിയാവേണ്ടത് എന്നതും രഹസ്യമായെങ്കിലും പറഞ്ഞിരുന്നു, കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ആ വികാരം അതുപോലെ തന്നെ ഉണ്ടോ, അതോ മാണി സാർ ഈ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലാതെ നിൽക്കുമ്പോൾ ജോസഫ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ? ഗോപി, പ്രധാനമായും ജോസഫിനോട് അനുഭാവം കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും ലീഗിൻ്റെ നേതാക്കൾക്കും ഉണ്ട് എന്നത് വാസ്തവമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇടതുമുന്നണിയിലെ UDF വിട്ട കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് പ്രധാനമായി നേതൃത്വം നൽകിയിരുന്നത് കെ എം മാണിയും ജോസ് കെ മാണിയുമാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിയിലേക്ക് ഉണ്ടെങ്കിൽ പാർട്ടി പിളരും എന്ന തരത്തിലേക്ക് നിലപാടെടുക്കുകയും UDFിലേക്ക് മടങ്ങണം എന്നൊരു ശക്തമായ നിലപാടെടുത്തത് PJ ജോസഫാണ്. അന്ന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രധാന നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് PJ ജോസഫിൻ്റെ ഉറച്ച നിലപാട് കൊണ്ടാണ് മടങ്ങി കേരള കോൺഗ്രസ് UDFിലേക്ക് എത്തിയത്. ഈ മടങ്ങിയെത്തിയപ്പോൾ വ്യവസ്ഥയെ കിട്ടി. അപ്പോൾ അതിനെ ഒരു മടക്കി കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയാണ്, വലിയ വിട്ടുവീഴ്ച നൽകിയാണ് ഇവരെ മടക്കി കൊണ്ടുവന്നത്. അങ്ങനെ മടക്കി കൊണ്ടുവന്ന ജോസഫിൻ്റെ നിർബന്ധത്തിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ കിട്ടിയ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്കാണ് ലഭിച്ചത്. അവിടെയും ജോസഫിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചില്ല. ഇപ്പോൾ താൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ കോൺഗ്രസിന് തന്നെ കൈവിടരുത്, കോൺഗ്രസ് തന്നെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. ജോസഫ് പറയുന്നത് കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്താലും, മുന്നണി നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും താൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഇത് പരസ്യമായി തന്നെ അദ്ദേഹം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടിയന്തരമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചെന്നൈ സെന്റ് മേരീസ് കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയാണ് തത്സമയം. All the best for your upcoming elections, sir. Thank you. Thank you. Thank you. Can we have Leona? Vanakkam, Rahul. Vanakkam. What is that special quality that you imbibe from your mother? From my mother, humility. That no matter how powerful a person is, no matter how weak a person is, regardless of who the person is, they always have an opinion. They always have a unique way of looking at the world, and one must respect that opinion and try to understand where that person is coming from, right? So when you're speaking to a person, look at the world not from your position, but look at the world from your position, right? For example, right now I'm speaking to you. I'm feeling uncomfortable that you are there and I'm here. No, actually, inside I'm feeling uncomfortable that I'm in this conversation. I would actually prefer to be there, or I would prefer you to be here. So that type of quality, that doesn't matter what your situation is, you respect everybody else and you listen to everybody else. And of course, as a mother, she taught me love, right? So that is also a central quality. What about your mother? What quality did you get from your mother? It's affection towards everyone. Don't be harsh, be affectionate to everyone. Okay. Do you have And brothers? respect. Yeah, I have a brother, elder brother. Thank you. Next we have Lakshmi Menon. Lakshmi Menon. Hello. Hello. Hello, Rahul. Hello. I hope you have a wonderful time in Stella. My question to you is, why is the opposition, that is your party, silent about issues that are actually affecting the common men? That Like? is
like the PACL scam, the protest by paramilitary forces. You have so many unfilled posts in the government, and on and on and on. Actually, protest by paramilitary forces, I am in conversation about a number of their demands. In fact, I have personally raised and committed to them that we will give them the status of Shaheed, which they do not have. And if you're talking about corruption, I mean, also, sir, you didn't mention Robert Vadra with all the other names. What about him? What about him? The government has every right and should investigate every single person. And the law should apply to everybody. No problem. However, the law must not apply selectively. The Prime Minister of the country himself has his name in government documents which are saying that he is directly responsible for negotiating parallelly with the Dassault company on Rafale. The CBI director at 1:30 at night is sacked. The Supreme Court says, bring the man back. The man is brought back. The Prime Minister sacks him again. The President of France says, the Prime Minister of India has told me personally himself in a meeting that Mr. Anil Ambani should get the Rafale contract. Nothing's happening. The Prime Minister doesn't comment about it. Everybody knows that the Prime Minister has stolen 30,000 crores and given them to Mr. Ambani. The whole country knows it. But why is there no investigation? Investigate everybody. Investigate Mr. Vadra. I'm the first person to say it. Right? But investigate the Prime Minister. And be absolutely crystal clear. Mr. Narendra Modi, for 1 minute, hasn't opened his mouth on Rafale. And the proof is unlimited, I'll tell you. HAL has been making aircraft for 70 years. Anil Ambani has never made an aircraft in his whole life. HAL gave 3,000 crores of its own money to the government of India. Anil Ambani has 45,000 crores of debt that he has not paid off. HAL has made the Mirage aircraft that went and bombed Pakistan. Not made, but maintains the Mirage Air Force that went and bombed Pakistan. Makes the MiG aircraft, Sukhoi, Jaguar. They have tremendous experience. On what basis did the Prime Minister personally remove HAL from the contract and give it to Mr. Ambani? Finally, the UPA government had negotiated a price of 526 crores for one aircraft. You know what Mr. Narendra Modi's new price is? 1,600 crores per aircraft. So he's almost tripled the price of the aircraft. But there's not a word from Mr. Narendra Modi or any agency investigating the man. So let's start there. The gentleman said that he didn't want to be Prime Minister, he wanted to be the Chowkidar. Well, let's get him to start doing that work. Why isn't he doing that work when it comes to himself? Thank you, Thank sir. you. Next we have Sushmita. I repeat, Sushmita. Hi. Hello. One more thing. How many times have you seen the Prime Minister of India standing in the middle of 3,000 women like this? How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? How many of you have had the opportunity to ask him, Mr. Prime Minister, what do you think about education? What do you think about this? What do you think about that? Why doesn't the Prime Minister have the guts to come and stand in front of 3,000 women and be questioned by them? Sorry. It has been said that the results in South India will determine or play a major role in selecting the ruling party this year. Sorry, the South India is going to play a major role In selecting the ruling party this year. So, if you come to power, what do you plan to do for the South? That is us.
ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിൽ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി സംവദിക്കുന്ന തത്സമയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണാൻ തത്സമയം. അതിലെ പോലീസ്, സർക്കാരിൻ്റെ നിലപാട്, അധീഷ്ഠികളുടെ നിലപാട് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പൊതുവായ നിയമത്തിൽ അന്യോന്യം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നുള്ളതാണ്. ആ ക്ലാരിഫിക്കേഷൻ കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആ പ്രശ്നം അവിടെ ഉന്നയിച്ചു. അപ്പോൾ അതിൽ ആ ക്ലാരിഫിക്കേഷൻ കിട്ടി. അതുകൊണ്ട് ശബരിമല പ്രശ്നം എന്നുള്ളതിൽ ശബരിമല എന്നുള്ള ബാബരി മസ്ജിദിനെ കുറിച്ച്, അയോധ്യയെക്കുറിച്ച്, അതുപോലെ ഗാന്ധിവധത്തെക്കുറിച്ച്, മുത്തലാഖിനെ കുറിച്ച് ഒക്കെ പറയുന്നത് പോലെ, അയോധ്യ പ്രശ്നം പോലെ ഇതിനെപ്പറ്റി പറയാം. പക്ഷേ ശബരിമല ധർമ്മശാസ്താവിൻ്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അത് പണ്ടേയുള്ള നിയമമാണ്. സുപ്രീം കോടതി ഓർഡർ പ്രകാരമുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഭാഗമാണ്. BJP അതൊരിക്കലും ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തോട് ക്ലാരിഫിക്കേഷൻ, അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമുക്ക് അതിൻ്റെ കോടതി വിധികളും എല്ലാം അവിടെ ഉദ്ധരിക്കാൻ സാധിച്ചു. ആ നിലയ്ക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ശരിയല്ല. ശബരിമല ലൈവ് ഇഷ്യൂ ആയി പറയാം. പക്ഷെ ഒരു മതങ്ങൾ തമ്മിലോ ഒരു സമുദായം തമ്മിലോ അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലോ അത് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് ഈ പടി ഇറങ്ങി. തീർച്ചയായിട്ടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൂട്ടിട്ട് പറയാം. സർക്കാർ നേരിട്ട് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതെ, അത് കറക്റ്റ്. അല്ല, ഞങ്ങളുടെ പരിധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും നിയമം ലംഘിക്കുന്നവരല്ല. നിയമലംഘനം BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭരിക്കുന്ന കക്ഷി, ഏറ്റവും വലിയ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി, അതൊരിക്കലും നിയമലംഘനയുടെ കക്ഷിയല്ല, നിയമം ലംഘിക്കില്ല. പക്ഷേ 95 സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയം മതസംജി അല്ല, BJP ഉൾക്കൊള്ളുന്ന ഹിന്ദുത്വം മതസംജി അല്ല എന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോഴും ഈ രാജ്യത്തെ നിയമമാണ്. അതുകൊണ്ട് അത് വ്യാഖ്യാനിച്ചിടത്തോളം കറണ്ട് ഇഷ്യൂസിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അത് നിഷേധിക്കപ്പെട്ടാൽ ജനാധിപത്യ അവകാശത്തിൻ്റെ ലംഘനമാണ്, ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ ലംഘനമാണ്. അതുകൊണ്ടാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, അവൻ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തു, ആ ദുഷ്ടശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചില്ലേ. അതുകൊണ്ട് ഇതെന്താ ഈ ശബരിമലയുടെ കാര്യത്തിൽ എന്താ ഒരു പ്രത്യേകത? അങ്ങനൊന്നുമില്ല. പക്ഷേ മതത്തെ ഉപയോഗിക്കുന്ന ആ തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തെ ഉണ്ടാക്കുന്ന ആ തരത്തിലുണ്ടാകാൻ പാടില്ല. അതിൻ്റെ പരിധി എവിടെയാണെന്നുള്ളതിനെ പറ്റി ഏറ്റവും വലിയ ബോധമുള്ള പാർട്ടിയാണ് BJP. പക്ഷേ പെരുമാറ്റച്ചട്ടം അതല്ല ഞാൻ പറഞ്ഞത്. അയോധ്യ പ്രശ്നം, രാമക്ഷേത്ര നിർമ്മാണം അല്ല, ശബരിമല അത് തന്നെയാണ്. അയോധ്യ പ്രശ്നം എങ്ങനെയാണോ, മുത്തലാഖ് പ്രശ്നം എങ്ങനെയാണോ, പിന്നെ ഗാന്ധിവധം എങ്ങനെയാണോ, ചർച്ചാക്ട് എങ്ങനെയാണോ, ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ എല്ലാം മതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, വിശ്വാസത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല, മറ്റൊരാളിൻ്റെ വികാരത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് ദോഷമായി ബാധിക്കാൻ പാടില്ല. പൊതുവായ സമാധാന അന്തരീക്ഷത്തിൽ തടസ്സമുണ്ടാക്കരുത്. സ്വാഭാവികമായിട്ടും എന്താ സാറേ, ചിത്രം ഉപയോഗിച്ചാൽ തെരഞ്ഞെടുപ്പ് അസാധുവായി. ഞങ്ങളുടെ BJPയുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ പ്രവർത്തകന്മാരും ഏതാണ് ലക്ഷ്മണരേഖ എന്ന് അറിയാവുന്നവരാണ്. അതുകൊണ്ട് ലക്ഷ്മണരേഖയിൽ ഉറച്ചു നിൽക്കുന്ന നിയമത്തെ മാനിക്കുന്ന പാർട്ടിയാണ് BJP. ശബരിമല രാഷ്ട്രീയ ആയുധമാക്കും BJP. അത് താങ്കളുടെ അഭിപ്രായമാണ്. ഞാൻ അതിനെപ്പറ്റി ഞാനിവിടെ നടന്ന ചർച്ച മാഡം, ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലാകാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവന അങ്ങനെയുള്ള ദുഷ്ടശക്തികളാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ മനസ്സിലാവില്ല ഞാൻ വിദ്യാഭ്യാസം. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വെദർ ഇറ്റ് അമൗണ്ട്സ് ടു എ വയലേഷൻ ഓഫ് ദ കോഡ് ഓഫ് കോണ്ടക്ട് വന്നില്ലേ, അതിലാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്, അതിനെ ഗണ്ണിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്.
എൻ്റെ മാഡം അതൊക്കെ കോടതി വരെ വന്നിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്നെ കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യിക്കുക താങ്കളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ കയറിയപ്പോൾ എന്താണ് ഉണ്ടായത്, ഞങ്ങളിത് റേസ് ചെയ്തു, ഞാനും പത്മകുമാറുണ്ട്, ഞങ്ങൾ റേസ് ചെയ്തു. ഈ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തിൽ കോടതി വിധികളുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 95 BJP ഉൾക്കൊള്ളുന്ന വാക്ക് ഹിന്ദുത്വം അത് മതശബ്ദമാണോ, അന്ന് 3-അംഗ ബെഞ്ച് അത് മതശബ്ദമല്ല, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാതാണെന്ന് വിധിച്ചിട്ടുണ്ട്. അതിനർത്ഥം നാളെ ഹിന്ദുത്വം പറഞ്ഞ് ഞങ്ങൾ വോട്ട് പിടിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും വരെ വിപുലമായിട്ട് പോയ ഒരു നാടാണ്. ആ നാടെന്നുള്ള നിലയിൽ നിയമവാഴ്ചയിൽ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് പോകുന്ന സമീപനമാണ്. അതിനെതിരായിട്ട് കഴിഞ്ഞ കൊല്ലം ഗുജറാത്തുകാരിയായ ഒരു ലേഡി പോയിട്ട് അത് സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. ലോ ഓഫ് ദ ലാൻഡ് ഇപ്പോഴതാണ്, അതിൻ്റെ ബേസിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സ്റ്റാൻഡിനെതിരെ ഇലക്ഷനിൽ BJP വലിയ ക്യാമ്പയിൻ നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത സർവൈഷ് യോഗത്തിന് ശേഷം BJP അധ്യക്ഷൻ സംസാരിക്കുകയായിരുന്നു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാവും എന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഓഫീസ് വിളിച്ച സർവൈഷ് യോഗത്തിന് ശേഷം ഇപ്പോൾ ശ്രീ ആനത്തലവട്ട ആനന്ദൻ മാധ്യമങ്ങളെ എതിർപ്പുമില്ല. ശബരിമല ഈ ഗവൺമെന്റ് എടുത്ത നടപടികളൊക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ 5 വർഷക്കാലത്തെ മോഡി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ പറയാനില്ലാതെ 3 വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ ഭരിക്കുന്ന ഭരണത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താനില്ലാതെ അയ്യപ്പനെ ആശ്രയിച്ച് ശബരിമലയെ ആശ്രയിച്ച് മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് BJPയും അതുപോലെ കോൺഗ്രസിന്റെ ശക്തികളും ആഗ്രഹിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുമില്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. മതവും ജാതിയും വിശ്വാസങ്ങളെയും അമ്പലങ്ങളെയും പള്ളികളെയും ആയുധമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിരിക്കും. ഹിന്ദുത്വം എന്ന് പറയുന്നതന്നെ ഒരു റിലീജിയസ് വേർഡാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളുടേതായ ഇതൊരു സെക്കുലർ നടപടിയാണ് തെരഞ്ഞെടുപ്പ്. സെക്കുലർ നയം ഉയർത്തിപ്പിടിക്കുന്നതാണ്. അത് ആവർത്തിക്കുകയുണ്ടായി ഇലക്ഷൻ കമ്മീഷൻ. ഞങ്ങൾ അതിനോട് യോജിക്കുകയുണ്ടായി. ശബരിമല എന്നുള്ള പദം എവിടെയെങ്കിലും ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങളാരും ഇതല്ല, ശബരിമലയോ വേറെ ഏതെങ്കിലും. പക്ഷേ വിശ്വാസത്തെയും ദൈവത്തെയും അമ്പലങ്ങളെയും ആരാധിച്ച് വോട്ട് പിടിക്കുന്ന സമ്പ്രദായം ശരിയല്ലെന്നാണ് പറഞ്ഞത്. ഈ ബാബറി മസ്ജിദ് എന്നും രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ചട്ടലംഘനം ആകില്ലേ? അല്ല, ബാബറി മസ്ജിദ് എന്നോ സോമനാഥ ക്ഷേത്രമെന്നോ കുംഭമേളയെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ചട്ടവിരുദ്ധമാകുന്നത്? ബാബർ മസ്ജിദ് നിൽക്കുന്നിടത്ത് രാമക്ഷേത്രം പണിയണമെന്ന് പറയുന്നാൽ തർക്കമാവും. ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസവും ആചാരവും ലംഘിക്കപ്പെട്ടു, അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറയുമെന്നാണ് BJP സംസ്ഥാന കമ്മീഷൻ പറഞ്ഞത്. ഇല്ല കമ്മീഷൻ ഞങ്ങൾ പറയാൻ പോണത് ശബരിമല എന്ന് പറയുന്ന ആ ദേവാലയത്തിന് മുമ്പിൽ ആ പുണ്യസ്ഥലത്ത് അവിടെ പോയ ഭക്തജനങ്ങളെ തടസ്സപ്പെടുത്തിയവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിച്ച് വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ആ വിശ്വാസികളെ കടന്നു പോകുന്നവരെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും പിച്ചിച്ചീന്തുകയും ഒക്കെ ചെയ്തവരാണ് ഇന്നിപ്പോൾ ശബരിമലയുടെ വക്താക്കളായി വന്നിരിക്കുന്നത്. അവർക്കെതിരായി വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാം, ശബരിമലയെ കാണിക്കേണ്ടരുത്, അമ്പലങ്ങളുടെ വരുമാനം കുറയ്ക്കണം എന്നെല്ലാം പ്രചരിപ്പിച്ച് 100 കോടി രൂപ ഈ ദേവസ്വം ശബരിമലയിലെ ദൈവങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരുടെ ശമ്പളം കൊടുക്കാനും വിളക്ക് കത്തിക്കാനുമുള്ള പൈസ ഇല്ലാതാക്കിയവരാണ് ഇപ്പോൾ ശബരിമലയുടെ പേരും പറഞ്ഞു നടക്കുന്നത്. അവർ വിശ്വാസികളല്ല, അവിശ്വാസികളാണ്. അവിടെ പകരം 100 കോടി രൂപ ഈ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുകയും ആ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ നിലയ്ക്കലും പമ്പയിലുമൊക്കെ അതിൻ്റെ വികസനത്തിന് വേണ്ടി 739 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്ത ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. അത് വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്നത്, ശബരിമലയെ രക്ഷിക്കുന്നത് മുന്നിൽ നിന്നതാണ് ഈ ഗവൺമെൻറ്. ശബരിമലയെ തകർക്കാനാണ് ഈ പറഞ്ഞ കക്ഷികൾ ഇതുവരെ നടത്തിയിരുന്ന പ്രവർത്തനം. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കും. അല്ല, ഞങ്ങളുടെ ഫോക്കസ് അതല്ല. ഞങ്ങളുടെ ഫോക്കസ് ഞങ്ങളതിന് മറുപടി പറയും. ഞങ്ങളുടെ ഫോക്കസ് 5 വർഷക്കാലത്തെ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളുണ്ട്. അധികാരത്തിൽ വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഫലമായി രാജ്യത്തെയും ജനങ്ങളെയും തകർത്ത ഭരണ നടപടികളുണ്ട്. രാജ്യത്തെ വർഗീയമായി മതപരമായി ശിഥിലീകരിക്കാനുള്ള നടപടികളുണ്ട്. അതുകൊണ്ട് മതേതരത്വവും ജനാധിപത്യവും നിയമവാഴ്ചയും ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.
അതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് 3 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങൾ അക്കാര്യത്തിൽ ശബരിമല വിഷയം ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയും. ജനങ്ങൾ അതിന്റെ കൂടെ നിൽക്കുമെന്നാണ്. ശബരിമലയിൽ തന്നെ ശബരിമലയെ മാത്രം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരാനാണ് ചില ആളുകൾ, കോൺഗ്രസും BJP ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാക്കാതെ ശബരിമല മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണ തന്ത്രം എന്നുള്ള നിലയിൽ അവരെടുത്തിട്ടുണ്ട്. അത് പാടില്ല എന്ന് വളരെ വ്യക്തമായി ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും സെക്കുലർ ആയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സെക്കുലർ ആയിരിക്കണം. അവിടെ ശബരിമലയുടെ പേര് പറയുന്നതിനെ ഒന്നും ആരും എതിർക്കുന്നില്ല. ശബരിമലയുടെ പേരോ വേറെ ഏതെങ്കിലും മലയുടെ പേരോ പറയുന്നതിനെ അല്ല എതിർത്തത്. അത് പക്ഷേ ഒരു സമുദായത്തിനെ, ഒരു മതത്തിനെ എതിരായ വികാരമായി വളർത്തിക്കൊണ്ട് വരാൻ ഈ പ്രചരണം ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്ന് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും ബന്ധപ്പെട്ട ഓർഡറുകൾ പറഞ്ഞുകൊണ്ട് ഇലക്ടറൽ ഓഫീസർ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് എല്ലാവരും സമാധാനപരമായി ഈ മതവിദ്വേഷം വളർത്തുന്ന ഈശ്വരവിശ്വാസത്തിനെ അനുകൂലം എതിരെ ആ നിലയിൽ കൊണ്ടുവരാതെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതായിരുന്നു ഇന്നത്തെ റിക്വസ്റ്റ്. ഞങ്ങളത് അംഗീകരിച്ചു, എല്ലാവരും അത് അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ സമാധാനപരമായി മതവിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഒഴിവാക്കി ശബരിമല വിഷയത്തെ ആ നിലയിലേ കാണാവൂ. അത് കൊണ്ടുവരണമെന്നുള്ള നിലയിലാണ് പൊതുവിൽ അംഗീകരിച്ചത്. പിന്നെ സുപ്രീം കോടതിയുടെ വിധിയാണെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരായി ശബരിമല വിഷയത്തെ തിരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. കോൺഗ്രസും അത് ശ്രമിക്കുന്നു. അത് തെറ്റാണെന്നുള്ളത് ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായിട്ടുള്ള സർവകക്ഷി യോഗം അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ CPM നേതാക്കളാണ് ഇപ്പോൾ സംസാരിച്ചത്. നേരത്തെ BJP നേതാക്കൾ പുറത്തിറങ്ങിയിരുന്നു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാവുമെന്ന് BJP പറയുന്നു. മതപരമായി ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലോ മറ്റ് അയ്യപ്പന്റെ പേരിൽ വോട്ട് ഉപയോഗിക്കുന്നതോ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അല്ലാത്ത രീതിയിൽ ശബരിമല വിഷയവും ചർച്ചയാവുമെന്ന് BJP വ്യക്തമാക്കുന്നു. പക്ഷേ രാഷ്ട്രീയ അജണ്ടയായി ശബരിമല വിഷയം മാറ്റാൻ പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞതെന്ന് CPM പറയുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ ഒരു നടപടിക്ക് ശേഷം പുറത്തു വന്ന രണ്ടുപേരും രണ്ട് രീതിയിലുള്ള രണ്ട് പാർട്ടിക്കാരും കൃത്യമായല്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് നോക്കാം. പ്രതിനിധികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടാമെന്നും നോക്കാം. ഏതായാലും ശബരിമല ഒരു സജീവ വിഷയമാവും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നു. കെവിൻ കേസിൽ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി കുറ്റപത്രം അംഗീകരിച്ചു. കെവിന്റേത് ദുരഭിമാന കൊല എന്ന കുറ്റപത്രം വ്യക്തമാക്കുന്നു. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നരഹത്യ എന്ന വകുപ്പ് തള്ളണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കുറ്റപത്രത്തിന്റെ പ്രാഥമിക വാദം പൂർത്തിയാക്കിയാണ് ഈ കുറ്റപത്രം അംഗീകരിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി 4 ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനമായും 10 വകുപ്പുകൾ ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. കൊലപാതകം, ഗൂഢാലോചന, നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, ഭവനഭേദനം അടക്കമുള്ള 10 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ നരഹത്യ ഈ വിചാരണയ്ക്ക് മുൻപ് ഒഴിവാക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതിക്ക് മുന്നിൽ വന്നിരുന്നു. ഈ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിരുന്നു. കേസ് ദുരഭിമാന കൊലയാണെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കെവിന്റെ ഭാര്യ നീനുവിന്റെ പിതാവ് ചാക്കോയും ഒപ്പം തന്നെ ഷാനു ചാക്കോയും അടക്കം 14 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഈ കേസ് വിചാരണയിലേക്ക് കടക്കുകയാണ്. വിചാരണ എന്ന് ആരംഭിക്കണമെന്ന കാര്യം ഈ മാസം 20-ന് കോടതി തീരുമാനിക്കും. ശരി, ഗോപി. ശ്രീത്താണ് വിവരം നൽകിയത്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങൾ കാണുന്നു. പിണറായി ഗവൺമെന്റ് തെറ്റാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗം ഇത് വരുമല്ലോ. കേരള രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്തല്ലേ ശബരിമല, അതിലൂടെ ചർച്ചയായിരിക്കുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച, അതിൽ ശബരിമല ഞങ്ങൾ ചർച്ച ചെയ്യും. ശബരിമല മാത്രം വെച്ചുകൊണ്ട് അവരുടെ അജണ്ടയാക്കി ഞങ്ങൾ ഇലക്ഷൻ നേരിടാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു 2 അഭിപ്രായം ഉണ്ടോ കോൺഗ്രസിനുള്ളിൽ? ഒരു 2 അഭിപ്രായം ഇല്ല. ഈ ഒറ്റ അഭിപ്രായം തന്നെ അവരോട് പറഞ്ഞത്. യുഡിഎഫിനും കോൺഗ്രസ് ഒറ്റ അഭിപ്രായം അതെല്ലാവരും കൂടെ ഉണ്ടല്ലോ. ഇന്നത്തെ ചർച്ച ഇല്ല പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് UDF ഒറ്റ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞു. ഇന്നത്തെ ചർച്ച ശരിക്കും ഇവിടെ UDF ആയിരുന്നു ലീഡ് ഇതെന്ന് തന്നെ പറയാം. കാരണം ചർച്ചയുടെ ഒരു ലൈൻ പോയത് LDF ശബരിമല എന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടാനേ പാടില്ലെന്നും അത് കേൾക്കുമ്പോഴേ ഭയക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആക്കേണ്ടത്. BJP ആണെങ്കിലോ ശബരിമല അല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നൊരവസ്ഥയിലും കണ്ടു. ഞങ്ങൾ വളരെ റെസ്പോൺസിബിൾ പൊളിറ്റിക്സാണ് ഞങ്ങളിവിടേക്ക് എടുക്കുന്നത്. ശബരിമലയും രാമജന്മഭൂമിയും മുത്തലാഖും ഒക്കെ ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലെജിസ്ലേഷൻ ഉണ്ടാക്കണമല്ലോ. അതിനനുസരിച്ച് ജനങ്ങളുടെ വോട്ടിന് വേണ്ടി ഞങ്ങൾ ജനങ്ങളോട് ഇതൊക്കെ പറയും, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ലൈൻ ഓഫ് കൺട്രോൾ അവിടെയൊക്കെ ഞങ്ങൾ കീപ്പ് ചെയ്യും.
അങ്ങനെ റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് ഞങ്ങൾ കളിക്കുന്നത്. ഇതനുസരിച്ചുള്ള ചർച്ചയാണ് വന്നത്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ നേരത്തെ ഇവിടെ CPM-ന്റെ ആളുകൾ ഇതുപോലെ ഒന്നല്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറഞ്ഞു പോയതാണെന്നാണ്. ശരിക്കും ഒരു അബദ്ധം, ഡൺ ബൈ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാനൊരു പത്രക്കാർ ചോദിച്ചപ്പോൾ ഇറ്റ് ഇസ് ക്വസ്റ്റ്യൻ ടു ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. അല്ലാതെ ഡെലിബറേറ്റ്ലി അല്ല, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പോലുമില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. എന്തായാലും പറഞ്ഞു കുടുങ്ങിപ്പോയി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം തന്നെ ഇവിടെ വിവരിച്ചത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് എക്സ്ട്രീം എൻഡിലേക്കല്ല പോകുന്നത്. രാജ്യത്തെ ജനങ്ങളോട് വളരെ ഉത്തരവാദിത്വപൂർണ്ണമായ സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ ശബരിമല കാര്യത്തിൽ കമ്മീഷന് മുന്നിൽ ഞങ്ങൾ പറഞ്ഞു, ശബരിമല ഇഷ്യൂസിൽ കോടതി വിധി ദൗർഭാഗ്യകരമാണെന്നും അതുപോലെ തന്നെ ഇടത് ഗവൺമെൻറ് അതിനെ കൈകാര്യം ചെയ്ത രീതി ഇത്തിരി തിടുക്കം കാണിച്ചു എന്നും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച നിയമനിർമ്മാണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും. അതനുസരിച്ച് ജനങ്ങളോട് മാൻഡേറ്റ് ഞങ്ങൾ ആവശ്യപ്പെടണമല്ലോ എന്ന് വളരെ വ്യക്തമായി കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞപ്പോഴാണ് കമ്മീഷൻ മനസ്സ് തന്നെ തുറന്നത്. അത് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു പോയതാണെന്നും അതൊരു മനഃപൂർവ്വമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പോയല്ലോ. അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടായിട്ടുള്ളത്. ജനകീയ പ്രശ്നങ്ങളും സമകാലീന രാഷ്ട്രീയ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ ഇഷ്യൂ ആണ്. ആ കാര്യത്തിൽ UDF-ലെ എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSP ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. യാതൊരു സംശയത്തിലും പിന്നെ ഞങ്ങളുടെ വിഷയം പ്രധാന ശബരിമലയെ അല്ല, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്ന ദേശദ്രോഹ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായിട്ടുള്ള സർവകക്ഷി യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് കാണാതായ യുവാവിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിൽ കണ്ടെത്തി. കരമന ഹോണ്ട ബൈക്ക് ഷോറൂമിന് സമീപത്താണ് അനന്തു ഗിരീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് സംഭവം? തിരുവനന്തപുരത്ത് കാണാതായ യുവാവിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് സൂചന. കരമന ഹോണ്ട ബൈക്ക് ഷോറൂമിന്റെ സമീപത്ത് ഈ കാണാതായ അനന്തു ഗിരീഷിന്റെ മൃതദേഹം കണ്ടെത്തി. വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് സംഭവം? ഗോപി, ഇന്നലെ കരമന തളിയിൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗം യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു, അടിപിടി ഉണ്ടായിരുന്നു. ഇതിൽ ഒരു സംഘമാണ് അനന്തു എന്ന ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്ന ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇവിടെ EVM ഹോണ്ടയുടെ പുറകിലെ കുറ്റിക്കാട്ടിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. മർദ്ദനമേറ്റ് മരിച്ചു എന്ന നിലയിലാണ് പോലീസ് ഇപ്പോൾ ഏതായാലും കണക്കാക്കുന്നത്. കൊലപാതകം തന്നെയാണ്. 4 പേരെ, ഏറ്റവും പുതിയ വിവരമാണ്, 4 പേരെ കരമന പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായ വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൊലപാതകം സംബന്ധിച്ച് പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഗോപി, ശരി വിനോദ്. റഫാൽ അഴിമതി കേസിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. നാളെ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഈ അനുമതി നൽകിയത്. പിറവം പള്ളി തർക്കത്തിൽ സർക്കാരിന്റെ മധ്യസ്ഥ നടപടികൾ തുടരണമെന്ന് ഹൈക്കോടതി. പള്ളികളിൽ മരണാനന്തര കർമ്മങ്ങൾ ഇരുഭാഗങ്ങൾക്കും നടത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. വരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ മാത്രം ഇടപെടാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഏപ്രിൽ 3 മാറ്റി. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് പരിഗണിക്കേണ്ടിയിരുന്ന ഹർജി മാറ്റിയത്. ഏപ്രിൽ 3 പരിഗണിക്കണമെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി കോടതിയോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം കോടതി അംഗീകരിച്ചു. വിരമിക്കാൻ 6 മാസമെങ്കിലും ശേഷിക്കുന്നവരെ DGP നിയമനത്തിനായി പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. പ്രകാശ് സിംഗ് കേസിലെ മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് വിധി. പോലീസ് മേധാവി നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിലാകണമെന്നും കോടതി വ്യക്തമാക്കി. 2 വർഷമെങ്കിലും സർവീസ് ശേഷിക്കുന്നവരെ മാത്രമേ പോലീസ് മേധാവിയായി നിയമിക്കാവൂ എന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന മാനദണ്ഡം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയത്. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ മറവിൽ അർഹരായ ഉദ്യോഗസ്ഥരെ പോലും സംസ്ഥാനങ്ങൾ ഒഴിവാക്കുന്നു എന്നായിരുന്നു ഹർജിക്കാരനും ഉത്തർപ്രദേശിന്റെ മുൻ DGPയുമായ പ്രകാശ് സിംഗിന്റെ പരാതി.